നമ്മൾ പലതരത്തിലുള്ള കടങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്വർണ്ണ വായ്പ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വായ്പ, കൺസ്യൂമർ വായ്പ. ഇത്തരം വായ്പകളെല്ലാം തന്നെ നമ്മൾ എടുക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ്. എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ ആയിട്ടാണ് എടുക്കുന്നത്, എന്തെങ്കിലും നമ്മുടെ ഒരു ലക്ഷ്യം നിറവേറ്റാനായിട്ടാണ് എടുക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരുപക്ഷെ സാമൂഹ്യ കടം അല്ലെങ്കിൽ സോഷ്യൽ ഡെറ്റ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിവില്ലായിരിക്കാം. എങ്ങനെയാണ് ഈ സോഷ്യൽ ഡെറ്റ് ഉണ്ടാകുന്നത്? നമ്മളൊരു വില കൂടിയ വസ്തു വാങ്ങുമ്പോൾ, അത് ഉദാഹരണത്തിന് ഒരു കാറാകാം, അല്ലെങ്കിൽ വാച്ച്, അല്ലെങ്കിൽ ഐഫോൺ, ഇത് വാങ്ങുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ നമ്മൾ അറിയാതെ സ്വാധീനിക്കുകയാണ്. അവർക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണകളിൽ മാറ്റം ഉണ്ടാകുന്നു. ഒരുപക്ഷെ അവർ പ്രശംസിക്കുകയും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ അഭിനന്ദിക്കുകയും ചെയ്യും. എങ്കിലും അവരുടെ ഉള്ളിൽ അസൂയയും കുശുമ്പുമായിരിക്കും നിങ്ങളെക്കുറിച്ച്. എന്നാൽ നമ്മൾ ഈ വാങ്ങുന്ന വസ്തുവിന്റെ ആകർഷണീയത അധികം നാൾ നിൽക്കുന്നില്ല. അതിന്റെ പുതുമോടി പെട്ടെന്ന് ഇല്ലാതെയാകുന്നു. ഉദാഹരണത്തിന് ഒരു കാറ്, ഏറ്റവും പുതിയ മോഡൽ നമ്മൾ മേടിച്ചു, പക്ഷെ 2 വർഷം കഴിയുമ്പോൾ അത് പഴഞ്ചനായി കഴിഞ്ഞു. ഒരു പുതിയ ഐഫോൺ മോഡൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിലെ ഐഫോൺ പഴഞ്ചനായി കഴിഞ്ഞു. ഇതുപോലെ പുതിയ പുതിയ വാച്ചുകൾ ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെയും നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ച് പഴഞ്ചനാകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ വില കൂടിയ ചില വസ്തുക്കൾ നമ്മൾ വാങ്ങി മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും? നമുക്ക് യഥാർത്ഥ ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങളല്ലേ ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. ഇപ്പോൾ മറ്റുള്ളവർ അവരുടെ മക്കളുടെ വിവാഹം വളരെ ആഡംബരമായിട്ട് നടത്തി എന്ന് കണ്ടിട്ട് നമ്മളും അതുപോലെ ചെയ്യാൻ ശ്രമിച്ചാൽ, കടമെടുത്താണെങ്കിലും ഒരു വലിയ ഹാള് ബുക്ക് ചെയ്യുന്നു, 2000 പേരെ ക്ഷണിച്ച് അവർക്ക് സദ്യയും മറ്റ് വിഭവങ്ങളും നൽകുന്നു. ഇതിലൂടെ നമ്മളുടെ തന്നെ ധനസമ്പാദനത്തിൻ്റെ അവസരങ്ങളാണ് അടയുന്നത്. കാരണം നാട്ടുകാരെന്ത് വിചാരിക്കും എന്നാണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മുടെ പോക്കറ്റാണ് കാലിയാവുന്നതെന്നോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കടക്കാരാകുകയാണ് എന്നുള്ള ചിന്തയേക്കാൾ കൂടുതൽ നമ്മൾ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നാണ് ചിന്തിക്കുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പേ അമേരിക്കൻ ധനശാസ്ത്രജ്ഞനായ തോസ്റ്റീൻ വെബ്ലൻ, അദ്ദേഹം ആഡംബര വിപണിയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അന്ന് തന്നെ അദ്ദേഹം കണ്ടെത്തിയത്, ഈ ആഡംബര വസ്തുക്കളുടെ വില വർദ്ധിക്കുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. സാധാരണ ഏതൊരു ഉൽപ്പന്നത്തിന്റെയും വില വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മധ്യവർഗക്കാർ, അതായത് മിഡിൽ ക്ലാസ് ആൾക്കാർ കൂടുതലായിട്ട് ഇത്തരം വസ്തുക്കളിലേക്ക് ആകൃഷ്ടരായിട്ട് അതിനുവേണ്ടി കൂടുതൽ പണം ചെലവാക്കാൻ ശ്രമിച്ചാൽ, കടമെടുത്താണെങ്കിലും ചെലവാക്കാൻ ശ്രമിച്ചാൽ, അവരുടെ ഭാവി സമ്പാദ്യത്തിന്റെ അല്ലെങ്കിൽ ഭാവി ധനസമ്പാദനത്തിന്റെ വഴികളാണ് അതിലൂടെ അടഞ്ഞു പോകുന്നത്. ഒരു ചെറിയ കുടുംബത്തിന് എന്താണ് പ്രാമുഖ്യം നൽകേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രാമുഖ്യം നൽകേണ്ടത്? ഉദാഹരണത്തിന് കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുകൂടാതെ ഒരു താമസത്തിനൊരു വീട്, പിന്നെ ആരോഗ്യ സംരക്ഷണം. അപ്പോൾ അതിന് എത്രയാണോ അതിൻ്റെ ചില ചെലവുകളുണ്ട്, ഇൻഷുറൻസും മറ്റു കാര്യങ്ങളും. അതുകൂടാതെ ഭാവിയിലേക്കുള്ള അസറ്റ് ക്രിയേഷൻ, പിന്നെ റിട്ടയർമെന്റിലേക്കുള്ള നീക്കിയിരിപ്പുകൾ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഇതിനല്ലേ കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. ലളിത ധനശാസ്ത്ര പാഠത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയും മറ്റൊരു വിഷയവുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.